BJPയുടെ ലക്ഷ്യം ബീഹാറിൽ ഒരു BJP മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്നതാണ്. മഹാരാഷ്ട്രയിലേതുപോലെ ഒരു രാഷ്ട്രീയ കളി കളിക്കാനാണ് അവർ തയ്യാറാകുന്നത്. എന്നാൽ അവർക്ക് ചില വിട്ടുവീഴ്ചകൾ കേന്ദ്രത്തിൽ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഐക്യ ജനതാദൾ പറയുന്ന 2 മാനദണ്ഡങ്ങൾ കേന്ദ്രമന്ത്രിമാർ ഐക്യ ജനതാദളിനെ പ്രതികരിച്ച് കുറഞ്ഞത് 3 എണ്ണമെങ്കിലും ക്യാബിനറ്റ് റാങ്കോടുകൂടി മൊത്തത്തിൽ 5. ഇത്തരത്തിലൊരു വിചിത്രമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഐക്യ ജനതാദളിന്റെ 12 MP മാത്രം പിന്തുണയുള്ള നിലവിലെ സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് നിതീഷ് കുമാറിന്റെ നീക്കം. അങ്ങനെ വന്നാൽ TDPയും കൂടുതൽ വകുപ്പുകൾ ചോദിക്കും. TDP BJPയെ താങ്ങി നിർത്തുന്ന മറ്റൊരു പ്രധാന കക്ഷിയാണ്. 16 MP TDPക്കുണ്ട്. നായിഡുവും നിതീഷും വിചാരിക്കാതെ NDAയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കരിയില പോലും അനങ്ങില്ല എന്നാണ് വെപ്പ്. എന്നാൽ നായിഡുവിനെയും നിതീഷിനെയും പറ്റിക്കാൻ എളുപ്പത്തിൽ നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരൂപകർ പറയുന്നത്. പ്രശാന്ത് കിഷോർ പറയുന്നത് BJP ഇത്തവണ വിയർക്കും എന്നാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്തില്ലെങ്കിൽ BJPയെ കാത്തിരിക്കുന്നത് വൻ പരാജയമായിരിക്കും. അതായത് RJDക്ക് 100 അതിൽ കൂടുതലോ സീറ്റുകൾ കിട്ടിയേക്കാം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും RJDക്ക് മികച്ച മുന്നേറ്റമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അത് പാർലമെന്റിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല. അവിടെ വ്യത്യസ്തമായ രീതികളാണ്. പാർലമെന്റിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 6 MP എന്നാൽ നിയമസഭയിൽ അതിദാരുണമാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി. സാന്നിധ്യമില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകും എന്ന് ചിരാഗ് പാസ്വാന് വളരെ വൃത്തിയായി അറിയാം. കാരണം ഒരിക്കലും LJPയെ NDAയിൽ ഒരു ഘടകകക്ഷിയായി നിയമസഭയിൽ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിലവിലെ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ LJPക്ക് പ്രാതിനിധ്യമില്ല. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം എന്നത് LJP വിരുദ്ധ രാഷ്ട്രീയമാണ്. കാരണം ചിരാഗ് പാസ്വാനെ ഏറ്റവും അധികം വെറുക്കുന്ന നേതാവ് നിതീഷ് കുമാറാണ്. കാരണം അതിന് എല്ലാ വിധത്തിലുള്ള വിധ്വംസകമായിട്ടുള്ള സമീപനവും നിതീഷ് എടുക്കുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ വീണ്ടും പിളർത്താൻ നിതീഷ് കളിക്കുന്നുണ്ട്. നേരത്തെ പശുപതി പാരസും ചിരാഗ് പാസ്വാനും വിഭിന്ന ധ്രുവങ്ങളിലേക്ക് പോയി. ചിരാഗ് പാസ്വാൻ തന്റെ പിതാവിന്റെ ഹാജിപൂർ ലോക്സഭാ മണ്ഡലം ഏറ്റെടുത്തപ്പോൾ പശുപതി കുമാർ പാരസ് എന്ന ചിരാഗ് പാസ്വാന്റെ പിതൃ സഹോദരൻ തൻ്റെതായ രീതിയിൽ മാറി നിന്നു. നരേന്ദ്രമോദിയുടെ 2ാം മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയായിരുന്നു പശുപതി പാരസ്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കി NDAയിലെ മറ്റ് ഘടകകക്ഷികളെ, നിതീഷിന്റെ ശത്രുക്കളാണ് NDAയിൽ ഇപ്പോഴുള്ള ജതൻ റാം മഞ്ചി ആയിരുന്നാലും ചിരാഗ് പാസ്വാൻ ആയിരുന്നാലും, പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കി വഷളാക്കി തനിക്കാക്കാനാണ് നിതീഷിന്റെ തീവ്രമായ ശ്രമം.